ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദി ചാനൽ. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിൽ ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് സർക്കിളിന്റെ കോഡായി വരികയാണെങ്കിൽ ആ ഒരു കോഡിന്റെ ലെങ്ത് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കോഡ്, അതേപോലെ സർക്കിളിന്റെ റേഡിയസ്, ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ കോഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുമ്പേ പഠിച്ചതാണ്, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. സർക്കിളിലുള്ള രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആ ലൈനിന്റെ പേരാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഒരു ലൈനാണ് കോഡ്. ഇതേ രണ്ട് പോയിന്റ് സർക്കിളിലൂടെയുള്ള ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ ആർക്ക് എന്ന് പറയും. അപ്പൊ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ വരക്കാനും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ രണ്ട് പോയിന്റ് തന്നെയാണ്. അതായത് ഈ കോഡിന്റെ രണ്ട് എൻഡുകൾ തന്നെയാണ് ആർക്കിന്റെ രണ്ട് എൻഡുകൾ. അപ്പൊ ഈ രണ്ട് എൻഡുകൾ സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ ആണ് എന്ത്? സെൻട്രൽ ആംഗിൾ. അപ്പൊ ഈ സെൻട്രൽ ആംഗിൾ നമുക്ക് എത്ര ഡിഗ്രി ആണെന്ന് അറിയാത്തത് കൊണ്ട് സി ഡിഗ്രി എന്ന് കൊടുക്കാം. അതേപോലെ ഈ റേഡിയസ്, സർക്കിളിന്റെ റേഡിയസ് അറിയില്ലെങ്കിൽ ആർ എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്നത് ഒരു കോഡാണ്. കോഡിന്റെ ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു 2r sin c/2 എന്ന് വെച്ചാൽ 2 × r × sin c/2 എന്നാണ്. ഇതിൽ r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കിളിന്റെ റേഡിയസും c എന്ന് പറഞ്ഞാൽ ആ കോഡിന്റെ സെൻട്രൽ ആംഗിൾ. അപ്പോൾ ആ സർക്കിളിലുള്ള ആ കോഡിന്റെ അല്ലെങ്കിൽ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ഏതാണോ അതാണ് സി കൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് മെഷർമെന്റിൽ ഏതെങ്കിലും രണ്ടെണ്ണം നമുക്ക് തന്നിട്ട് മറ്റേത് കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് റേഡിയസും സെൻട്രൽ ആംഗിളും തന്നു, കോഡിന്റെ ലെങ്ത് കാണാനാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കോഡിന്റെ ലെങ്ത് അറിയാം, റേഡിയസ് തന്നിട്ടില്ല, സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതില് പിന്നെ സർക്കിളിന്റെ റേഡിയസ് കണ്ടെത്താം. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പൊതുവെ വരാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കോഡ് പി ക്യു. അപ്പോൾ ഈ പി ക്യു എന്ന് പറയുന്ന കോഡിന്റെ ലെങ്ത് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു കോഡിന്റെ ലെങ്ത് നമുക്ക് കണ്ടെത്തണം. ഈ കോഡിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, സർക്കിളിന്റെ റേഡിയസും തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസും സെൻട്രൽ ആംഗിളും കോഡും ഉള്ള ഇക്വേഷൻ ഏതാ? അത് നമ്മൾ പഠിച്ചതാണ്. ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു r sin c/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അപ്പൊ വേണമെങ്കിൽ ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറഞ്ഞാൽ കോഡിന്റെ ലെങ്ത് ആണ്, നമുക്ക് അതിന് പേര് പി ക്യു എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഇത്രയും നീട്ടി എഴുതാൻ നിർബന്ധമല്ല. പി ക്യു ഈക്വൽ ടു എന്ന് പറഞ്ഞില്ല, 2r sin c/2 ആണ്. അതായത് 2 × r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, റേഡിയസ് 5 ആണ്. 5 × sin c/2 എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ ആണ്, അത് 80 ആണ്. അപ്പൊ കുറെ പേര് എന്ത് ചെയ്യും? sin 80 ഉപയോഗിച്ച് ചെയ്യും. അത് തെറ്റാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഇവിടെ ബ്രാക്കറ്റ് sin 80ന്റെ വാല്യൂ തരുകയും ചെയ്യും. അപ്പൊ അത് തന്നതല്ലേ വിചാരിച്ച് കുറെ പേര് അത് ഉപയോഗിച്ച് ചെയ്യും. കാരണം ഇവിടെ 80 അല്ലാത്തതിന്റെ കാരണം 80 സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ആവശ്യം. അപ്പോൾ 80ന്റെ ഹാഫ് എത്രയാണ്? 40 ആണ് വരുന്നത്. അപ്പൊ sin 40 ആണ് ഇവിടെ ആവശ്യം. അപ്പോൾ ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു 2 × 5 എന്ന് വെച്ചാൽ 10 × sin 40 എത്രയാണ്? 0.64. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ഇതിന്റെ ആൻസർ 6.4 എന്ന് കിട്ടും. പി ക്യു ഈക്വൽ ടു 6.4 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പൊ ഈ സർക്കിളിന്റെ റേഡിയസ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് നമുക്ക് കണ്ടെത്തണം. അതേപോലെ ഈ ഒരു കോഡിന്റെ ലെങ്ത് നമുക്കറിയാം, സെൻട്രൽ ആംഗിൾ നമുക്കറിയില്ല. അത് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? നമുക്ക് അറിയില്ലെങ്കിലും ഇപ്പൊ സെൻട്രൽ ആംഗിൾ ഇവിടെ വരച്ചിട്ടില്ല, വരച്ച് നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും കണ്ടെത്താനുള്ള ഐഡിയ ഉണ്ടോ എന്ന് നോക്കാം. അപ്പൊ സെൻട്രൽ ആംഗിൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ സെൻട്രൽ ആംഗിൾ കണ്ടെത്താൻ എന്താണ് ഒരു ഐഡിയ, അല്ലെങ്കിൽ എത്രയായിരിക്കും അത് വരിക? ഇവിടെ നോക്കാം, ഇത് നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇത്രയും ഭാഗം ഒരു ആർക്കാണ്. ഈ ആർക്കിന്റെ രണ്ട് എൻഡുകൾ തന്നെയാണ് നമുക്ക് വരക്കുന്ന കോഡിന്റെ രണ്ട് എൻഡുകൾ.
അപ്പോൾ ഈ കോഡിന്റെ രണ്ട് എൻഡിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് വരച്ച ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ. ഇതേ രണ്ട് എൻഡിൽ നിന്നും ആൾട്ടർനേറ്റ് ആർക്കിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ. ഈ സെൻട്രൽ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിളും തമ്മിലുള്ള കണക്ഷൻ എന്താ? സെൻട്രൽ ആംഗിളിന്റെ നേരെ ഹാഫ് ആയിരിക്കും ആൾട്ടർനേറ്റ് ആംഗിൾ. അങ്ങനെയാണെങ്കിൽ തിരിച്ച് സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? 60യുടെ ഡബിൾ എത്രയാണ്? 120. അപ്പൊ നമുക്ക് ഇവിടെ സെൻട്രൽ ആംഗിൾ കിട്ടി. കോഡിന്റെ ലെങ്ത്തും അറിയാം, സെൻട്രൽ ആംഗിളും അറിയാം. കണ്ടെത്താൻ പറഞ്ഞത് റേഡിയസും ആണ്. ഇത് മൂന്നും കൂടിയുള്ള ഇക്വേഷൻ ഏതാ? ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു 2r sin c/2 എന്നുള്ളതാണ്. അപ്പോൾ ലെങ്ത് ഓഫ് ദി കോഡ് എന്ന് നിങ്ങൾക്ക് എഴുതുന്നതിന് പകരം ആ കോഡിന്റെ പേര് എഴുതാം. പേരോട് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ എന്തെങ്കിലും പേര് കൊടുത്താൽ മതി. AB എന്ന് പറഞ്ഞാൽ കൊടുക്കാം. ഈ AB എഴുതിയിട്ടില്ലെങ്കിൽ 3 ഈക്വൽ ടു എന്ന് പറഞ്ഞ് കൊടുക്കാം. ലെങ്ത് ഓഫ് ദി കോഡ് 3 ആണല്ലോ. അപ്പോൾ AB ഈക്വൽ ടു 2r sin c/2 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. AB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. 3 ഈക്വൽ ടു 2 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ റേഡിയസ് നമുക്കറിയില്ല, അതേപോലെ എഴുതി ഇൻറ്റു സൈൻ c/2. c 120 ആണ്. അപ്പോൾ c/2 എന്ന് പറഞ്ഞാൽ 120 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60, അതായത് സൈൻ 60 ആണ്. അപ്പോൾ 3 ഈക്വൽ ടു 2 ഇൻറ്റു r ഇൻറ്റു സൈൻ 60. എത്ര വാല്യൂ? അതിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതല്ല, എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സൈൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/2. ഇന്നോട് നോക്കാതെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇടയിൽ പ്ലസോ മൈനസോ ആണെങ്കിൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2/2 ചെയ്യാം. 2/2 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ബാക്കി ആൻസർ എത്രയാണ്? 3 ഈക്വൽ ടു r ഇൻറ്റു √3. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എങ്ങനെ കണ്ടെത്താം? 3നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് r എന്ന് പറയുന്ന ലെറ്ററിനെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന √3 ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്ത് വരും? ഡിവിഷൻ ആയി, അതായത് 3 ഡിവൈഡഡ് ബൈ √3 എന്നായി ഈക്വൽ ടു r. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആൻസർ ഇത്ര എഴുതിയാൽ മതി. ഈ അഥവാ ക്വസ്റ്റ്യനില് ചില ക്വസ്റ്റ്യനില് √3ന്റെ വാല്യൂ ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ കണ്ടെത്തണം, നമുക്ക് √3ന്റെ വാല്യൂ ഉപയോഗിച്ച് ചെയ്യണം. അപ്പോൾ 3 ഡിവൈഡഡ് ബൈ, ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്ര നിർത്തിയാൽ മതി. 3 ഡിവൈഡ് ബൈ √3ന്റെ വാല്യൂ 1.732 എന്ന് പറയുന്ന ആ ഒരു ആൻസർ ആണ്, ഈക്വൽ ടു r എന്ന് കൊടുത്തു. അപ്പോൾ ഇനി റേഡിയസ് കാണണം. നമുക്ക് എന്ത് ചെയ്യാം? r ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ 1.73 എന്ന് എഴുതാം. ഇവിടെ ഈ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കാൻ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 100 കൊണ്ട്. അപ്പോൾ താഴെയും മുകളിലും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 300 ഡിവൈഡഡ് ബൈ ഇത് r ഈക്വൽ ടു ആണ് 1.73 ഇൻറ്റു 100 എത്ര വരിക? ഇവിടെ 2 0 ഉണ്ടായതുകൊണ്ട് ഈ ഡെസിമൽ പോയിന്റ് 2 നമ്പർ അപ്പുറത്തേക്ക് മാറും, 173 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് സാധാരണ പോലെ ഡിവൈഡ് ചെയ്യാം. 300 ഡിവൈഡ് ബൈ 173. 3ൽ 173 പോവില്ല, 30ൽ പോവില്ല, 300ൽ 1 ടൈം പോകും, 173 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 127 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? താഴേക്ക് ഇറക്കിയത് നമുക്ക് നമ്പേഴ്സ് ഇല്ല, പോയിന്റ് കൊടുക്കാം. 0 ഇല്ല, 0 താഴേക്ക് ഇറക്കിയത്. അപ്പോൾ 1270. ഇതിൽ എത്ര 173 ഉണ്ടാവും? 7 ടൈംസ് ഉണ്ടാവും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 7 21, ബാലൻസ് 2. 7 ഇൻറ്റു 7 49 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 51, ബാലൻസ് 5. 1 ഇൻറ്റു 7 7 പ്ലസ് 5 12. അപ്പോൾ എന്തായാലും താഴെ വരുന്നുണ്ട്. നമുക്കിനി വേണമെങ്കിൽ ഒരു ഡെസിമൽ പോയിന്റ് ശേഷം ഒരു നമ്പർ കൂടി ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അതായത് റേഡിയസ് എന്ന് പറഞ്ഞാൽ 1.7 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, നമ്മൾ ഇനി ചെയ്യാനുണ്ട്, അവിടെ വെച്ച് നിർത്തിയതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സർക്കിളിൻ്റെ കോഡ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോഡ് കണ്ടെത്താനോ അല്ലെങ്കിൽ റേഡിയസ് കണ്ടെത്താനോ ഒക്കെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്, നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ സൈന് കോസ് എന്ന് പറയുന്ന 2 മെഷർമെന്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ടാൻ എന്ന് പറയുന്ന ഒരു മെഷർമെന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.